മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹാഷ്മി, ഗുഡ് മോർണിംഗ് സ്മിത. ഗുഡ് മോർണിംഗ് ജെയിംസ് സർ. ഇന്നിപ്പോൾ 100 ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇസ്രയേൽ ഗസയിൽ ആക്രമണം, ഹമാസിനെതിരായ പോരാട്ടം തുടരുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. ഏതായാലും സങ്കടമാണ്, ദുഃഖമാണ്, രക്തച്ചൊരിച്ചിൽ. 123,000 മുകളിലേക്ക് മരണസംഖ്യ പോകുന്നു. ഇന്നലെ മാത്രം 134 പേര് മരിച്ചെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളൊക്കെ അരുതെന്ന് പറയുമ്പോഴും ഇസ്രായേൽ ഈ പാവങ്ങളെ കുരുതി കൊടുക്കുന്നത് അങ്ങനെ നിർബാധം തുടരുകയാണ്. ജെയിംസ് ഹാഷ്മി, ഈ സങ്കടത്തിൻ്റെ 100 ദിനങ്ങൾ എന്ന് പറയേണ്ടി വരും. ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടുന്ന അമ്മമാരുടെയും അതുപോലെ തന്നെ അച്ഛന്മാരുടെയൊക്കെ ചിത്രം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. 100 ദിവസമായിട്ട് അവർ ഓടുകയാണ് വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക്. തെക്കൻ ഗസയിൽ ഇസ്രായേലിൻ്റെ ബോംബുകൾ വന്ന് വീഴുമ്പോൾ റഫയിലേക്ക്, അവിടുന്ന് മധ്യ ഗസയിലേക്ക്, എവിടെയും ഈ ഭൂമിയിൽ എവിടെ ഓടി ഒളിക്കുമെന്ന രീതിയിൽ ജനങ്ങൾ ഒളിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പരാജയപ്പെടുന്നു. ഒരുപക്ഷെ ഈ 24 മണിക്കൂറിലെ ഏറ്റവും സങ്കടകരമായ ദൃശ്യമെന്ന് പറയുന്നത് റഫയിലെ 2 അഭയാർത്ഥി കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീടിന് നേരെ ബോംബിട്ടിരുന്നു ഇസ്രായേൽ സേന. റഫ ഈജിപ്തിൻ്റെ അതിർത്തിയിലാണ്. അവിടെ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ഒരു പെൺകുട്ടി അവർ റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബ് വീഴുന്നതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വല്ലാത്തൊരു ഇതാണ്. അത്താഴം കഴിക്കുന്നതിനിടയിൽ ബോംബ് വീണ് മരിക്കുക. ഒരു പക്ഷേ വിയറ്റ്നാമിൽ അമേരിക്ക ആക്രമണം നടത്തി, നാപ്പ ബോംബുകളുമായി ആക്രമണം നടത്തിയപ്പോൾ ഉടുതുണിയില്ലാതെ ഓടുന്ന 10 വയസ്സുകാരിയുടെ ചിത്രം ലോകത്തിനെ വേദനിപ്പിച്ചതാണ് ഒരുപാട്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നായിട്ടത് അറിയപ്പെടുകയും മിക്കൂട്ട് എന്ന ഫോട്ടോഗ്രാഫർക്ക് അന്താരാഷ്ട്ര ബഹുമതി കിട്ടുകയും ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ കുട്ടി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ആ കുട്ടി അന്ന് രക്ഷപ്പെട്ടെങ്കിൽ ഇതാ പെൺകുട്ടി ഒരു റൊട്ടി കഷ്ണവുമായി മരിച്ചു വീഴുന്ന ഒരു ചിത്രം. 100 ദിവസത്തെ നമുക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല, സങ്കടപ്പെടാൻ മാത്രമേ അവിടെ കാര്യങ്ങളുള്ളൂ. ഈ അഭയാർത്ഥി കുടുംബങ്ങൾ വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് ഏതോ അന്യദേശത്ത് വന്ന് ഒരു കുടുംബത്തിൽ ജീവിക്കുന്നു, അതിനു മേലെ ഇസ്രായേലിൻ്റെ ബോംബ് വീഴുന്നു. അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഷയിൽ പറഞ്ഞാൽ പോരാ. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ ഹൂതികൾക്ക് നേരെ യമനിൽ അമേരിക്കയുടെ ആക്രമണം 2ാം ദിവസവും തുടർന്നു. ഏതാണ്ട് 40ഓളം ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ അവർ വ്യോമാക്രമണം ബോംബിട്ടു. ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹൂതികൾ ചെങ്കടലിൽ നടത്തുന്ന കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിൽ ആക്രമണം നടത്തുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. എന്തായാലും അമേരിക്ക നടത്തുന്ന ആക്രമണം അത് വേണ്ട, സംയമനം പാലിക്കണമെന്ന് സൗദി അടക്കമുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ പോകുന്നതാണ് കാണുന്നത്. അതിനിടയിൽ നമുക്ക് ഏറ്റവും എന്താ പറയുക ആശ്വാസം നൽകുന്നൊരു വാർത്ത വരുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രായേലിനെതിരെ അതിശക്തമായ വാദമാണ് ദക്ഷിണാഫ്രിക്ക. ഒരുപക്ഷെ ഈ നടക്കുന്ന പോരാട്ടം പശ്ചിമേഷ്യയിലാണ്. പക്ഷേ അടുത്ത അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് കറുത്ത വംശജരുടേതായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലുണ്ടാകുന്നു. അവർ വളരെ ശക്തമായി വന്നിരിക്കുന്നു. ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് ദക്ഷിണാഫ്രിക്കയിലെ വലിയ ശക്തരായിട്ടുള്ള അഭിഭാഷകർ വന്ന് പാറുന്ന വാദം നടത്തി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ. യുദ്ധം നിർത്തണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതൊരു വലിയ ഈ യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ ആകെ ആശ്വാസം പകരുന്നൊരു കാര്യം അതാണ്. ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ ഇത് പിന്തിരിപ്പിക്കാനായിട്ട്, ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി രംഗത്തുണ്ട്. അതിനിടയിലും യുദ്ധം തുടരുകയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 23,843 പേരാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 24,000-ന് മേലെയാണെന്ന് അനൗദ്യോഗിക കണക്കുകൾ പറയുന്നു. 24,000 പേർ 100 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. 2 വർഷത്തെ ഉക്രൈൻ യുദ്ധത്തിൽ അത് സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇത് വല്ലാത്തൊരു തരത്തിലേക്ക് ഇത് ചെങ്കടലിലും ഹൂതികൾ കപ്പലാക്രമിക്കുന്നു, തിരിച്ച് യമനിൽ പോയി ബോംബിടുന്നു അമേരിക്ക ഇറാഖിലും മറ്റു പല സ്ഥലങ്ങളിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ വലിയ കുഴപ്പമുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇതാ അമേരിക്ക, ഞാൻ ഒരു തരത്തിലും ഹമാസിനെ ന്യായീകരിക്കുകയല്ല, ഹമാസാണ് തുടങ്ങി വെച്ചത്, അതൊന്നും യാതൊരു സംശയവുമില്ല. ഇസ്രായേലിൽ കൊണ്ടുപോയി ഹമാസ് വേട്ട എന്ന മറവിൽ എന്നതിന്റെ മറവിൽ ഹമാസ് ആണെങ്കിൽ ഇസ്രായേൽ കൊടും ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുന്നു, വംശഹത്യ നടത്തുന്നു. അപ്പോൾ ചൈനയിലേക്ക് വന്നാൽ അവിടെയും ചില അസ്വസ്ഥതകൾ. തായ്വാനിൽ അവിടെ ചൈന വിരുദ്ധ ഭരണകക്ഷി ഭരണം പിടിക്കുന്നു. അവിടെ അതിന്റെ പ്രസിഡന്റ് ആയത് ചൈനയ്ക്ക് അത്ര സൂചിച്ചിട്ടില്ല. അപ്പോൾ എന്താകും ഒരു ചൈനയുടെ പ്രതികരണം ജെയിംസ്? ഇത് യഥാർത്ഥത്തിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ വലിയ ആശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ചൈനയുടെ
ഒരു സാമ്രാജ്യത്വ മോഹങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അയൽക്കാരെ മുഴുവൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ അതിർത്തി പിടിച്ചടക്കാൻ നോക്കുന്നു. ഫിലിപ്പീൻസിൻ്റെ അതിർത്തി, ദക്ഷിണ ചൈന കടലിൽ, വിയറ്റ്നാമിൽ ഒക്കെ പ്രശ്നമുണ്ടായി. ജപ്പാൻ്റെ തീരദേശത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് തായ്വാൻ വളരെ തന്ത്രപ്രധാനമായ ദക്ഷിണ ചൈന കടലിനോട് അടുത്തുള്ള ചൈനയുടെ ഇതായിട്ട് 110 മൈൽ മാത്രം കടലിടുക്ക് ഉള്ള തായ്വാൻ പിടിച്ചെടുക്കാൻ ജനാധിപത്യപരമായി ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് ചൈന പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ചൈനയുടെ കുമിന്തോങ് പാർട്ടി, അവരുടെ നേതാവ് പ്രതിപക്ഷമായിരുന്നു. അവർ മത്സരിച്ചു. ചൈന കോടിക്കണക്കിന് ഡോളറും യുവാനൊക്കെ അവിടെ ഇറക്കിയിരുന്നു. പക്ഷേ ചൈനയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. ഒരുപക്ഷെ അവിടുത്തെ ഭരണകക്ഷി ചൈനയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന തായ്വാൻ്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്ന വില്യം ലായ് അല്ലെങ്കിൽ ലായ് ലങ്തെ എന്ന നേതാവിന് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 40% വോട്ട്. ബാക്കി 2 സ്ഥാനാർത്ഥികൾക്കും 25% വീതം വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ DPP, അവിടുത്തെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി ഭരണകക്ഷി സായ് ഇൻവെങ് എന്ന വനിതാ നേതാവ് കഴിഞ്ഞ 8 വർഷമായി ഭരിക്കുകയായിരുന്നു. 2 തവണ മാത്രമേ പ്രസിഡന്റായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ മാറി വൈസ് പ്രസിഡന്റായിരുന്ന വില്യം ലായ് ആണ് പുതിയ പ്രസിഡന്റ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് വല്ലാത്ത രോഷമുണ്ട്. ഒരുപക്ഷെ ചൈന തായ്വാൻ ആക്രമിച്ച് കീഴടക്കിയാൽ പോലും അത്ഭുതപ്പെടേണ്ടില്ല. ആ തരത്തിൽ വളരെ ശക്തമായിട്ട് വില്യം ലായ് ചൈന വിരുദ്ധനാണ്. അതുകൊണ്ട് തന്നെ ചൈനയും തായ്വാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവാനാണ് സാധ്യത. ശരി, പി ജെയിംസ് ആണ് വിവരങ്ങളുമായി നമുക്ക് ജെയിംസിലേക്ക് തന്നെ നമ്മളെത്തും. 1-2 വിദേശ വാർത്തകൾ കൂടി ബാക്കിയാണ്. ചെറിയൊരു ഇടവേള. സമയം ഇപ്പോൾ 9:49 43 പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറിയൊരു ഇടവേള.